എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന തോന്നൽ വരുന്നു എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 അക്കങ്ങളായി ഫയലുകളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ 345 എന്ന ഫയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന തോന്നൽ വന്നിരിക്കുന്നു. കുറേ കാലം ആ വ്യക്തി തനിക്ക് സ്നേഹിക്കാൻ വേണ്ടി ഒരാളെ തേടി നടക്കുകയായിരുന്നു. ആ വ്യക്തി അങ്ങനെ നടന്ന് ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നതാണ് നിങ്ങൾ. വന്ന അന്ന് മുതൽ സ്നേഹം ഇന്ന് വരെ, ഈ നിമിഷം വരെ, നിങ്ങളിത് കേൾക്കുന്ന നിമിഷം വരെ കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല. ആ സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെ നിങ്ങളെ മനസ്സറിഞ്ഞ് ഹൃദയം തുറന്ന് സ്നേഹിച്ച ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളൊരിക്കലും വേണ്ട എന്ന് പറയാൻ കഴിയില്ല. കാരണം ആ വ്യക്തിക്കറിയാം, തനിക്ക് ഒരു സൗഭാഗ്യം എന്നുള്ള നിലയിൽ, തനിക്കൊരു ഐശ്വര്യം എന്നുള്ള നിലയിൽ ഈ വ്യക്തിയെ കിട്ടിയതാണ് എന്നുള്ളത് കൃത്യമായിട്ട് ആ വ്യക്തി മനസ്സിലാക്കുന്നു. ആ വ്യക്തിക്ക് അതിനുള്ള അറിവുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ജീവിതത്തെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല. മറിച്ച് ആ വ്യക്തി നിങ്ങളെ അഗാധമായി ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തിയുടെ മനോമണ്ഡലങ്ങളിൽ എപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇടയ്ക്ക് ചില ആളുകൾ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനായിട്ട് ചില ശ്രമങ്ങൾ നടത്തി, പക്ഷെ അത് വിജയിച്ചിട്ടില്ല. ആ ശ്രമങ്ങൾ വിജയിക്കുകയുമില്ല. കാരണം ആത്മാർത്ഥമായ സ്നേഹം നിങ്ങൾ നൽകുമ്പോൾ അതിനെ വക്രബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ കൊണ്ടോ തകർക്കാനായിട്ട് ആർക്കും കഴിയില്ല. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും മാറ്റാൻ ആഗ്രഹിച്ചവർ ആ വ്യക്തിയുടെ നന്മയും ആഗ്രഹിച്ചില്ല. ആ വ്യക്തിയുടെ നന്മ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നതെന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ അവർക്ക് യാതൊരു മര്യാദയുമില്ലാത്ത, അവർക്ക് യാതൊരു തത്വദീക്ഷയുമില്ലാത്ത പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തി കൃത്യമായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ ഒരിക്കലും പിരിയാൻ കഴിയില്ല. ആ സ്നേഹം നിങ്ങൾ ലഭ്യമാക്കുക, ആ സ്നേഹം നിങ്ങൾ അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അടുത്തതായിട്ട് 2ാമത്തെ ഫയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ, ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. കണ്ടുമുട്ടിയത് ഒരുപാട് സമയമെടുത്താണ്. അതിനേക്കാൾ ഉപരി തുറന്നു പറയുകയാണെങ്കിൽ, ആദ്യം നിങ്ങൾക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ആ വ്യക്തിയിലായിരുന്നു എല്ലാ താല്പര്യവും. ആ വ്യക്തി നിങ്ങളുടെ പുറകെ നടന്നു നിങ്ങളെ സ്വന്തമാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അവസാനമാണ് നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടമാണെന്നും ആ വ്യക്തിയോട് താല്പര്യമുണ്ടെന്നൊക്കെ വ്യക്തമാക്കുന്നത്. അപ്പോഴും ആ ഇഷ്ടത്തിൻ്റെ പാരമ്യമായ അവസ്ഥയിലേക്ക് അതെത്തി. മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത, മറ്റാർക്കും എത്തിച്ചേരാൻ കഴിയാത്ത മാനസികമായ അടുപ്പത്തിലേക്ക് നിങ്ങളും ആ വ്യക്തിയും എത്തി. അത് കണ്ട് ഒരുപാട് ആളുകൾക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പോലും അഹങ്കരിച്ചു പോയിട്ടുണ്ട്. ആ ബന്ധത്തിൻ്റെ ദൃഢത കണ്ടിട്ട് ഒരുപാട് ശത്രുക്കളുണ്ടായി. മറ്റാർക്കും മറ്റൊരാളെയും അത്തരത്തിൽ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും കഴിയാത്തത് മൂലം ഒരുപാട് ദുഃഖങ്ങൾ അക്കാര്യത്തിലുണ്ടായി. ഒരുപാട് പ്രതിസന്ധികൾ അക്കാര്യത്തിലുണ്ടായി. എങ്ങനെ ഇതിനെല്ലാം കൈകാര്യം ചെയ്യും, എങ്ങനെ ഇതിനെല്ലാം മറികടക്കുമെന്നുള്ള ചിന്ത കൃത്യമായിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രതികൂല സാഹചര്യത്തിലും, എല്ലാ പ്രശ്നങ്ങളിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിച്ചു പോകുന്നതിന്, ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം, അത് നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്,
ഒരുപാട് ആളുകൾ ആ വ്യക്തിയെയും നിങ്ങളെയും തമ്മിൽ അകറ്റുവാനായിട്ടുള്ള സകല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിക്കുകയും നിങ്ങളിൽ ആ വ്യക്തിക്കുള്ള വിശ്വാസം തകരുകയും ചെയ്യും. പക്ഷേ അപ്പോഴും ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ആ വ്യക്തിയുടെ സമ്പൂർണ്ണ സ്നേഹത്തെ ആർക്കും തകർക്കാൻ കഴിയില്ല. ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നതിൽ നിങ്ങളുടെ ഭാഗത്തും ചില വീഴ്ചകളുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചില തെറ്റുകൾ അക്കാര്യത്തിൽ പറ്റിയിട്ടുണ്ട്. അത് ആ വ്യക്തി നിങ്ങളെ അവിശ്വസിക്കുന്നതിന് ചില കാരണങ്ങളായിട്ടുണ്ട്. ആ തെറ്റുകൾ ഒഴികെയുള്ള ഒരു സ്നേഹക്കുറവും ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ടാവില്ല. നിങ്ങളും ആ വ്യക്തിയും കൂടുതൽ ദൃഢതയോടെ, കൂടുതൽ ഇഷ്ടത്തോടെ സ്നേഹിച്ച് മുന്നോട്ട് പോകും. നിങ്ങൾക്കല്ലാതെ കഴിയില്ല. കാരണം നിങ്ങൾ പരസ്പരം അത്രമാത്രം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഇഷ്ടത്തെ തച്ചുടക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. അത് നിങ്ങൾക്ക് സുവ്യക്തമായി അറിയാൻ കഴിയും. അതുതന്നെയാണ് നിങ്ങൾക്കിനി അറിയാൻ പോകുന്നതും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇഷ്ടത്തെ ചെറിയ രീതിയിൽ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് കുറക്കാൻ സാധിച്ചതല്ലാതെ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ സ്നേഹം ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു. അതുതന്നെയാണ് അവസ്ഥ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.